റുവാണ്ടയുടെ ഉൾനാടുകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. കിഗാലിയിൽ നിന്ന് റുവാണ്ടയുടെ തെക്കൻ അതിരിലേക്കാണ് പോകുന്നത്. കോങ്കോ, ബുറുണ്ടി തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് ഗ്രാമങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. വാഴക്കൃഷിയൊക്കെ നടക്കുന്ന ഗ്രാമങ്ങൾ. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളാണ്. നമ്മുടെ ഊട്ടിയുടെയൊക്കെ ഒരു ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണിവിടെ. ലായങ്ങൾ പോലുള്ള വീടുകൾ, ചെറിയ വീടുകളാണ്. അതൊക്കെ പിന്നിട്ട് പോകുമ്പോൾ അത്തരമൊരു വീട് കാണണമെന്നുള്ള ആഗ്രഹം ഞാൻ കൂടെയുള്ള വൈശാഖിനോട് പറഞ്ഞു. വൈശാഖിനെ കൂടാതെ ഇന്നാട്ടുകാരനായ ജോണുമുണ്ട് വണ്ടിയിൽ. ചെറിയ ചെറിയ വീടുകളാണ്. അത്തരത്തിലുള്ള ഏതാനും വീടുകൾ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഓടിട്ട വീടുകളാണ്. ഒരുതരം കമിഴ്ത്തോടുകൾ പാകിയ വീടുകൾ. റുവാണ്ടയുടെ പല ഭാഗത്തും പലതരത്തിലാണ് വീട് നിർമ്മാണ രീതികൾ. പുതിയ കാലത്ത് ഗ്രാമങ്ങളിൽ തകരം മേഞ്ഞ വീടുകളാണ് കാണാറുള്ളത്. ഇതൊക്കെ കുറച്ചു മുൻപ് പണിതതായിരിക്കണം. പ്രത്യേകതരം ഓടിട്ട് നടുമുറ്റമൊക്കെയുള്ള വീട്. മുറികളുള്ള 4 ഭാഗങ്ങളും അതിന്റെ നടുക്കൊരു മുറ്റവുമായിട്ട് 4 കെട്ട് പോലെ പണിതിരിക്കുന്ന വീടാണ്. കുഴമണ്ണും സിമന്റുമൊക്കെ കൊണ്ടാണ് നിർമ്മാണം. അത്തരം ഏതാനും വീടുകളുണ്ട് ഇവിടെ. അവിടെ വെച്ച് ജോൺ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പേര് ഇസ്രായേൽ ടിഷ്മി എന്നാണ്. ഇസ്രായേലിന്റെ വീടാണിത്. അയാളുടെ കുടുംബാംഗങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇസ്രായേൽ ടിഷ്മിയെ ഞാനും പരിചയപ്പെട്ടു. ഇദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ അവധി ദിവസങ്ങളാണ്. What is your subject? Business. Which is your university? University of Tourism and Business. യൂണിവേഴ്സിറ്റി ഓഫ് ടൂറിസം ആൻഡ് ബിസിനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. Okay. It is your vacation? കിഗാലിയിലാണ് ഇസ്രായേൽ പഠിക്കുന്ന ക്യാമ്പസ്. No, this is your vacation, your holiday? Yeah. You don't have class this? ആ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. Classes starting? Starting November. Oh, November? Yeah. Achha. ഇത് ഇസ്രായേലിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ്. തൊട്ടടുത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്ന വീടുണ്ട്. ഇസ്രായേൽ ടിഷ്മിയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെയാണ് മുറ്റത്തു നിൽക്കുന്നത്. ടിഷ്മിയോട് ഞങ്ങൾ വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. അയാൾ വന്നോളാൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു. കുറെ പിള്ളേരുണ്ട് ഇവിടെ. അയൽപക്കത്തെ കുട്ടികളായിരിക്കും എന്നാണ് വിചാരിച്ചത്. കൊച്ചുകുട്ടികൾ വരെയുണ്ട്. ഇസ്രായേൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു തകരവാതിൽ. അത് തുറന്നു വേണം നടുമുറ്റത്തേക്കെത്താൻ. ഇദ്ദേഹത്തിന്റെ അച്ഛൻ കർഷകനാണ്. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. എല്ലാവരും ഇവിടെയുണ്ട്. നടുമുറ്റത്തേക്ക് കയറി ചെന്നു. 4 വശത്തും ഒറ്റനില കെട്ടിടങ്ങളാണ്. അതിൽ നേരെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് അടുക്കള. ചുറ്റുമുള്ള കെട്ടിടങ്ങളിലായി അച്ഛനും അമ്മയും മക്കളുമൊക്കെ താമസിക്കുന്നു. എന്താണ് ഇവരുടെ പ്രധാന തൊഴിലെന്ന് ഞാൻ ചോദിച്ചു. അച്ഛന് പ്രധാന ജോലി കൃഷി തന്നെയാണ്. മറ്റു ജോലിക്കും പോകും. ഇസ്രായേലിന്റെ അമ്മയാണ് ആ നിൽക്കുന്നത്. വെളുത്ത ഉടുപ്പിട്ട ആ ഉയരമുള്ളയാളാണ് ഇസ്രായേലിന്റെ അച്ഛൻ. കുറെ കുട്ടികളും ഇറങ്ങി വന്നു. അവരെല്ലാം ഇസ്രായേലിന്റെ സഹോദരങ്ങളാണ്. ഏറ്റവും ഇളയ സഹോദരൻ മുതൽ മൂത്തയാൾ വരെ. അച്ഛന്റെ പേര് മുസോളിന എഡ്വേർഡ് എന്നാണ്. ഇതാണ് മുസോളിന എഡ്വേർഡ്. Yes, my father. ഇദ്ദേഹം കൃഷിപ്പണിയൊക്കെയായി ജീവിക്കുന്നു. ഇവർക്ക് 11 മക്കളാണ്. ഏറ്റവും ഇളയ കുട്ടിക്ക് 1 വയസ്സോ മറ്റോ ആയിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ പലരും വാതിൽ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഇസ്രായേലിന്റെ സഹോദരങ്ങളാണ്. അതായത് മുസോളിന എഡ്വേർഡിന്റെ മക്കൾ. മണിച്ചോളത്തിന്റെ കൃഷിയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. കൃഷിയിടം ഇവിടെ നിന്ന് കുറച്ചകലെയാണ്. മുറ്റത്തൊരു പടുതയിൽ മണിച്ചോളം ഉണങ്ങാനിട്ടിട്ടുണ്ട്. പൊടിയും മണ്ണുമൊക്കെ ആയിട്ടാണ് അത് കിടക്കുന്നത്. അതെടുത്ത് എന്നെ കാണിച്ചു. അതാണ് പ്രധാന കൃഷി. കൃഷിയില്ലാത്ത സമയത്ത് ഇവർ മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് പോകും. വേറെന്തൊക്കെയോ ജോലികളുണ്ട്. ഇതാണ് അമ്മ. ക്ലിമാന്റീന എന്നാണ് അമ്മയുടെ പേര്. അപ്പോഴേക്കും പിള്ളേരെല്ലാം അസംബിൾഡായി. ഞാൻ എണ്ണി നോക്കി. 11 പേരുമുണ്ട്.
പെൺപിള്ളേരും ആൺപിള്ളേരുമൊക്കെ ഓരോരോ മുറിയിൽ നിന്ന് ചാടി വരുന്നു. ഏറ്റവും ഇളയ കുട്ടിയെയാണ് മൂത്ത ചേച്ചി എടുത്തിരിക്കുന്നത്. അവനാണ് ഇസ്രായേലിന്റെ ഏറ്റവും ഇളയ സഹോദരൻ. പണ്ട് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ മൂത്ത മകൻ വിവാഹം കഴിക്കുമ്പോഴും അമ്മ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. സഹോദരിമാർ ഓരോരുത്തരായി കയറി വന്നു. നടുമുറ്റം നിറയെ പിള്ളേരായി. അമ്മയാണെങ്കിൽ പ്രസവിച്ചു മടുത്തതുപോലെ ഒരു സ്ത്രീ. ഇസ്രായേൽ വീണ്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സഹോദരങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് വിവരിച്ചു തരികയാണ്. ചിലർ പ്രൈമറിയിൽ, ചിലർ സെക്കൻഡറിയിൽ. പ്രൈമറിയിൽ 3rd ഗ്രേഡ് 4th ഗ്രേഡ് എന്നൊക്കെയാണ് പറയുന്നത്. ചിലർ കോളേജിൽ പഠിക്കുന്നവരുണ്ട്. ഇവന്റെ തൊട്ടു താഴെയുള്ള സഹോദരിമാർ കോളേജിലാണ് പഠിക്കുന്നത്. 5 പെണ്ണും 6 ആണും. അങ്ങനെയാണ് മുസോളിന എഡ്വേർഡിന്റെ മക്കളുടെ അനുപാതം. ആ വീട്ടിൽ നിന്നും ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അപ്പോൾ അയൽപക്കത്തെ പിള്ളേരും കുട്ടികളും സ്ത്രീകളുമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നു എന്നറിഞ്ഞ് അടുത്ത വീട്ടിലെ ആളുകളും വഴിയിലൂടെ പോകുന്നവരുമൊക്കെ വന്നു നോക്കുന്നുണ്ട്. അവർക്കൊക്കെ ആകപ്പാടെ ഒരു നാണം. ചെറിയൊരു ഗ്രാമമാണിത്. ഗ്രാമമെന്ന് തന്നെ പറയാനാവില്ല. 5-6 വീടും അവർക്കുള്ള ഒരു പലചരക്ക് പീടികയും ചെറിയൊരു വർക്ക്ഷോപ്പും മറ്റുമുള്ള ഒരു മലമ്പ്രദേശ ഗ്രാമം. നല്ല തണുപ്പുണ്ട്. ആളുകൾ സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. അവിടുത്തെ വീടുകളുടെ സ്വഭാവവും ആ ഗ്രാമത്തിന്റെ രീതികളുമൊക്കെ കാണാനായി ഞാൻ നടന്നു. ഇതിവിടുത്തെ ഒരു പീടികയാണ്. ചില വർക്ക്ഷോപ്പുകളുമുണ്ട് ഇവിടെ. ഈ കെട്ടിടത്തിനകത്ത് വർക്ക്ഷോപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സൈക്കിൾ വർക്ക്ഷോപ്പാണ് ഒന്ന്. മറ്റൊന്ന് ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. മരപ്പണിക്കാരന്റെ ഒരു വർക്ക്ഷോപ്പ്. അയാൾ അവിടെ ഇരുന്ന് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. പ്ലൈവുഡും തടിയും ഒക്കെ കൊണ്ട് ഷെൽഫോ ഗോണിയോ മറ്റോ ആണ് പണിയുന്നത്. കുറച്ചുകൂടി സമ്പന്നരുടെ വീടുകളുമുണ്ട് ഇവിടെ. അതിന് ചെടി കൊണ്ട് തന്നെ ഒരു മതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗേറ്റുമുണ്ട്. നടുമുറ്റമൊന്നുമില്ല. ആ ഗ്രാമത്തിലെ സമ്പന്ന കർഷകന്റെയോ സർക്കാർ ഉദ്യോഗസ്ഥന്റെയോ വീടായിരിക്കാം. മെയിൻ റോഡിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കുറച്ചുപേർ ഇരിക്കുന്നുണ്ട്. പഴം വിൽപ്പനയാണ്. നല്ല പഴം. കരിമ്പും വിൽക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പഴം വാങ്ങാൻ തീരുമാനിച്ചു. നല്ല വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. നേരം ഉച്ചയാകാറായി. ചെറിയ വിലയേ ഉള്ളൂ പഴത്തിന്. പണം കൈമാറുന്നത് മൊബൈൽ വഴിയാണ്. മോമോ ട്രാൻസ്ഫർ ചെയ്തു വൈശാഖ്. മൊബൈൽ മണി. സ്ത്രീ പഴമെടുത്തു തന്നു. 8 എണ്ണം കിട്ടിയിരിക്കുന്നു. ശരിക്കും ഞങ്ങൾക്ക് അത്ര ആവശ്യമുള്ളതല്ല. ഞാനും ജോണും ഓരോന്നെടുത്തിട്ട് ബാക്കി ചുറ്റും കൂടിയ കുട്ടികൾക്ക് കൊടുത്തു. കുറെ നേരമായി ഞങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു കുട്ടിപ്പട്ടാളം. പഴം വിൽപ്പനക്കാരിയുടെ കുഞ്ഞും അവിടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അവനും കൊടുത്തു 1 എണ്ണം. ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് കൂടെ നെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു തരം പുല്ല് ട്രഡീഷണൽ രീതിയിൽ പിരിച്ചു കൂട നെയ്തെടുക്കുകയാണ്. കെനിയയിലും താൻസാനിയയിലും റുവാണ്ടയിലുമൊക്കെയുള്ള കൂട നെയ്ത്ത് ശൈലിയാണത്. പിള്ളേരെല്ലാം പഴം ആസ്വദിച്ചു. എല്ലാവരും ഹാപ്പിയായി. ഈ കൂട നെയ്ത്ത് എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെ വഴിയരികിലിരുന്ന് ആളുകൾ ചെയ്യുന്നത് കാണാം. പഴത്തൊലി ഇവിടെ തന്നെ കൂട്ടിയിടുന്നു. പഴം വിൽപ്പനക്കാരിക്ക് പശുവുണ്ട്. അതിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു ജംഗ്ഷനാണിത്. കുറെ ആളുകളുണ്ട് ജംഗ്ഷനിൽ. ഞങ്ങൾ ഇസ്രായേലിന് കുറച്ച് പണം കൊടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് നിനക്ക് തുക തരേണ്ടതെന്ന് വൈശാഖ് ചോദിച്ചു. അവൻ മൊബൈൽ നമ്പർ പറഞ്ഞുകൊടുത്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് ചുറ്റും കുറച്ച് ആളുകൾ കൂടി. ചന്തയ്ക്ക് പോയി വരുന്നവരും കഥ പറഞ്ഞ് വട്ടം കൂടി നിൽക്കുന്നവരുമൊക്കെയുണ്ട്. അപ്പോഴേക്കും സുഹൃത്തുക്കളായി കഴിഞ്ഞ ജോണും ഇസ്രായേലും യാത്ര പറഞ്ഞു. ഗ്രാമത്തിലുള്ള പൊതുസ്ഥാപനങ്ങളുടെ ഒക്കെ ബോർഡ് വഴിയരികിലുണ്ട്. ന്യൂണ്ടോ പ്രൈമറി സ്കൂൾ തുടങ്ങി പല സ്ഥാപനങ്ങൾ. ഗ്രാമത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മൺപാതകൾ നീണ്ടുപോകുന്നു. മെയിൻ റോഡ് പിന്നിട്ടാൽ മൺപാതകളാണ്. തണുപ്പുണ്ട്. റുവാണ്ടയിൽ മൊത്തത്തിൽ തന്നെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. ഇവിടുത്തെ ഗ്രാമങ്ങൾ വളരെ രസകരമാണ്. ഇപ്പോൾ സമാധാനപൂർണമായ ജീവിതം പുലരുന്ന ഗ്രാമങ്ങൾ. പല നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ആളുകൾ പുകവലിക്കുന്നത് കാണില്ല. ഗ്രാമീണരാരും പുകവലിക്കുന്നത് ഞാൻ ഇതേവരെ കണ്ടിട്ടുമില്ല. ഏറെ നടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ഹെൽത്ത് ഉണ്ട്. പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. നമ്മുടേതുപോലെ പ്രമേഹം പോലത്തെ രോഗങ്ങളൊന്നും അധികമില്ല താനും. ആക്സിഡന്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുക എന്നിവയൊക്കെയാണ് പ്രശ്നം. യാത്ര ചെയ്ത് ഞങ്ങൾ റുഹാംഗോ എന്ന പ്രദേശത്തേക്കെത്തി. റുഹാംഗോ താരതമ്യേന വലിയൊരു പട്ടണമാണ്. മോഡേൺ ബിൽഡിങ്ങുകളും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള പട്ടണം. റുഹാംഗോ എന്ന ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഇവിടം. 70,000 ആളുകൾ വസിക്കുന്ന പട്ടണം. റുഹാംഗോ ജില്ലയിലെ ആകെ ജനസംഖ്യയുടെ 1/4 വസിക്കുന്നത് ഈ പട്ടണത്തിലാണ്. നിരവധി സർക്കാർ ഓഫീസുകളും മറ്റു പ്രധാന സ്ഥാപനങ്ങളുമെല്ലാം ഉണ്ടിവിടെ. അതെല്ലാം മോഡേൺ ബിൽഡിങ്ങുകളാണ്. നമ്മുടെ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ നിലവാരം തന്നെ. പട്ടണം നല്ലപോലെ വൃത്തിയാക്കിയിടുന്നുമുണ്ട്. റുഹാംഗോ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഈ ടൗൺ. റുവാണ്ടയിൽ ഏറ്റവും അധികം കാർഷിക ഉൽപാദനം നടക്കുന്ന ജില്ലയാണ് റുഹാംഗോ. ഇവിടെ ചില സംരംഭങ്ങളുണ്ട്. ഡ്രോണുകളിൽ മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യുന്നത് പോലുള്ള നവീന സംരംഭങ്ങൾ. ഒറ്റപ്പെട്ടു കിടക്കുന്നതും പെട്ടെന്ന് വാഹനമെത്താത്തതുമായ ഗ്രാമങ്ങളിലേക്ക് ഡ്രോണുകളിലാണ് അവശ്യ വസ്തുക്കൾ ഡ്രോപ്പ് ചെയ്യുക. സിപ്ലൈൻ എന്നാണ് ആ സർവീസിന്റെ പേര്. അമേരിക്കൻ കമ്പനിയാണ് സിപ്ലൈൻ. 2016 മുതൽ സിപ്ലൈൻ റുവാണ്ടയിൽ പ്രവർത്തിച്ചു വരുന്നു. സൈക്കിളിൽ ചന്തയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നു ചിലർ. സൈക്കിളാണ് ജനകീയ വാഹനം. ആളുകൾ സൈക്കിളിൽ പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു. ഒട്ടും തിരക്കില്ലാത്ത പാതയാണ്. വല്ലപ്പോഴെങ്കിലും ഒരു കാർ കടന്നു പോയാലായി. ഇവിടുന്ന് ഞങ്ങൾ നാൻസയിലേക്ക് തിരിയുകയാണ്. റുഹാംഗോയിൽ നിന്നും നാൻസയിലേക്ക് തിരിയുന്ന വഴിയാണിത്. നാൻസ ഇവരുടെ പഴയ തലസ്ഥാന നഗരമായിരുന്നു. അവിടെ ഇരുന്നാണ് റുവാണ്ടയുടെ രാജാവ് ഈ രാജ്യത്തെ ഭരിച്ചത്. റുഹാംഗോ പിന്നിട്ട് അധികം താമസിയാതെ തന്നെ നാൻസയിലേക്ക് തിരിയും. ഈ പ്രദേശമൊക്കെ നാൻസയുടെ ഭാഗങ്ങൾ തന്നെയാണ്. രാജഭരണകാലത്ത് പ്രമുഖമായൊരു പട്ടണമായിരുന്നു നാൻസ. റുവാണ്ടയുടെ രാജവംശം രാജ്യത്തെ പല നഗരങ്ങളും ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നു. കാലാവസ്ഥപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാൽ അവർ തലസ്ഥാനം മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ രാജവംശത്തിന്റെ തലസ്ഥാനമായ സ്ഥലമാണ് നാൻസ. കേവലം 4 വർഷങ്ങൾ മാത്രമാണ് ഈ പട്ടണത്തിന് റുവാണ്ടയുടെ തലസ്ഥാന പദവി ലഭിച്ചത്. കിങ്സ് പാലസ് മ്യൂസിയത്തിന്റെ ഭാഗത്തേക്ക് കാറെത്തി. റുവാണ്ടയിലെ രാജകൊട്ടാരം. അതിന്നൊരു മ്യൂസിയമാണ്. പാർക്കിംഗ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ കുറെ വാഹനങ്ങളുണ്ട്. എല്ലാം നല്ല നിലവാരമുള്ള വണ്ടികളാണ്. സമ്പന്നരുടെ വാഹനങ്ങൾ. മിനി ബസ്സുകളിൽ പോലും സന്ദർശകർ എത്തിയിട്ടുണ്ട്. ഏതോ സ്കൂളിലെ കുട്ടികളാവാം. സഫാരി വാഹനങ്ങളുമുണ്ട്. വൈൽഡ് സഫാരിയിലൊക്കെ പങ്കെടുത്തിട്ട് ഇത്തരം സ്ഥലങ്ങൾ കാണാനും കൂടി ആളുകൾ വന്ന വാഹനങ്ങളാണ്. 8-10 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനമാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാഹനമാണ് ഇത്തരം സഫാരി വെഹിക്കിൾ. ഇവിടെ നാൻസ കൾച്ചറൽ ട്രെയിൽസ് എന്ന വിശേഷണമുള്ള കുറേയേറെ ആകർഷണങ്ങളുണ്ട്. ആർക്കിയോളജിക്കൽ സൈറ്റ്, മ്യൂസിയങ്ങൾ തുടങ്ങി വന്യമൃഗ സാങ്ച്വറികൾ വരെ നാൻസ കൾച്ചറൽ ട്രെയിൽസിന്റെ ഭാഗമാണ്. റുവാണ്ടയുടെ ചരിത്രവും പാരമ്പര്യവുമൊക്കെ വിവരിക്കുന്ന പല സ്ഥാപനങ്ങൾ. ഇപ്പോൾ ആദ്യം കാണുന്ന കെട്ടിടം രാജകൊട്ടാരമല്ല. ഇവിടുത്തെ വെൽക്കം സെന്ററാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കൂടാതെ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, വിശ്രമ മുറികളുണ്ട്, റിസർവേഷൻ സെന്റർ ഉണ്ട്. ഇതൊക്കെ ചേർന്നതാണ് വെൽക്കം സെന്റർ. ഞാൻ ആദ്യം റെസ്റ്റോറന്റിനകത്തേക്ക് കയറി ചെന്നു. പുല്ലുമേഞ്ഞ ഈ കെട്ടിടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആഫ്രിക്കയിലെ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം കെട്ടിടങ്ങളാണ് കാണുക.
ഓല കീറി പുല്ലുപോലെ നേർത്തതാക്കി അടുക്കി കെട്ടുകയാണ് ചെയ്യുന്നത്. കാട്ടുതടികൾ കൊണ്ടാണ് തൂണുകൾ. യന്ത്രസഹായത്തോടെ അറുത്ത തടിയല്ല. കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത മരത്തെ അതേപടി കൊണ്ടുവന്ന് നാട്ടി നിർത്തിയിരിക്കുന്നു. കലാപരമായി അതൊരുക്കി വെച്ചിരിക്കുന്നു. റിസർവേഷൻ കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം ആളുകളുണ്ട് റിസർവേഷന്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഒരു ഗൈഡിനെയും തരും. 6000 റുവാണ്ടൻ ഫ്രാങ്കാണ് ടിക്കറ്റ് ചാർജ്. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. വാലന്റൈൻ എന്നാണ് പേര്. ഇയാൾ ഒരു സ്റ്റുഡന്റ് ആണ്. ഇന്റേൺഷിപ്പിന് വന്നിരിക്കുകയാണിവിടെ. ഹിസ്റ്ററിയും മറ്റും പഠിക്കുന്ന കുട്ടികളെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പിന് അയക്കും. ഗൈഡിന്റെ വേഷം രസകരമാണ്. ട്രൈബൽ ശൈലിയിലുള്ള ഒരു മേൽവസ്ത്രം അണിഞ്ഞാണ് ഗൈഡുമാർ നടക്കുക. ഇവിടെ രാജാവിന്റെ പഴയ കൊട്ടാരമുണ്ട്. പിന്നീട് ബെൽജിയംകാർ രാജാവിന്റെ വാസം പഴയ പുൽക്കൊട്ടാരത്തിൽ നിന്ന് മാറ്റുന്നതിന് ഒരു മോഡേൺ ബിൽഡിംഗ് പണിതുകൊടുത്തു. അതാണ് അങ്ങേയറ്റത്ത് കാണുന്ന വെളുത്ത കെട്ടിടം. ഞങ്ങൾ ആദ്യം പഴയ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അത് പരമ്പരാഗത റുവാണ്ടൻ ശൈലിയിൽ പണിതതാണ്. കാട്ടുകമ്പുകൾ കൊണ്ട് പണിത വലിയൊരു വേലിക്കെട്ട്. ഈ വേലിക്കെട്ടിനകത്താണ് കൊട്ടാരം. ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന എൻട്രൻസ്. മുറ്റത്തിന്റെ അങ്ങേയറ്റത്ത് ആ കാണുന്നതാണ് രാജാവിന്റെ കൊട്ടാരം. അതിനകത്തൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഗേറ്റിന് ഇരുവശവും 2 ഫൈക്കസ് മരങ്ങളുണ്ട്. വ്യത്യസ്ത ഇനത്തിലുള്ള 2 ഫൈക്കസ് മരങ്ങൾ കവാടത്തിൽ നട്ടുവളർത്തുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ രീതിയാണ്. വിശാലമായൊരു മുറ്റം. ഈ മുറ്റത്താണ് രാജാവിനെ കാണാൻ പ്രജകളും അന്യനാട്ടിൽ നിന്നുള്ളവരും കാത്തുനിന്നിരുന്നത്. ചെറിയൊരു സൈനിക യൂണിറ്റും എപ്പോഴും ഇവിടെ ഉണ്ടാകും. ആഫ്രിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും രാജാക്കന്മാരുടെ ഇത്തരം ശൈലികൾ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ഇതായിരുന്നു രാജകൊട്ടാരത്തിന്റെ പ്രധാന നിർമ്മിതി. ഇതിനോടനുബന്ധമായിട്ട് വേറെ കുറെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടാകും. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒറ്റ കെട്ടിടമേ കാണുകയുള്ളൂ. അതിന്റെ പിറകിൽ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും. രാജാവിനുള്ള പാല് സൂക്ഷിക്കുന്ന കെട്ടിടം, രാജാവിന്റെ ഭാര്യമാർ താമസിക്കുന്ന കെട്ടിടം, പരിചാരകരുടെ വാസയിടം, അങ്ങനെ പലതും. കഥകളൊക്കെ വാലന്റൈൻ പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായി എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. മറ്റു ഗൈഡുകളും ഇങ്ങനെ തന്നെയാണ്. പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. എലിഫന്റ് ഗ്രാസ് ആണ് പ്രധാന നിർമ്മാണ വസ്തു. നാരുകളായി ചീന്തിയ കാട്ടുപനയോലയും മേയാൻ ഉപയോഗിക്കുന്നു. മുള, ഈറ്റ, ചൂരൽ, കാട്ടുവള്ളികൾ എന്നിവയൊക്കെയാണ് മറ്റു നിർമ്മാണ വസ്തുക്കൾ. നിലത്ത് മുഴുവൻ പുൽപ്പായ വിരിച്ചിരിക്കുകയാണ്. അതിൽ കയറുമ്പോൾ സ്പോഞ്ചിൽ ചവിട്ടുന്നത് പോലെയാണ്. ചെരുപ്പൂരിയിട്ട് അകത്ത് കയറുമ്പോൾ സുഖകരമാണ് ഇതിനുള്ളിലെ നടത്തം. ഗംഭീരമായൊരു അന്തരീക്ഷം. ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നത് പോലെ തോന്നും. അകത്തേക്ക് കയറി കഴിയുമ്പോൾ കൊട്ടാരത്തിന്റെ ചുവരുകളും മറ്റും മേൽക്കൂരയുമൊക്കെ കെട്ടിയിരിക്കുന്നത് ചൂരലും കാട്ടുവള്ളികളും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ചൂട് അകത്തേക്ക് കയറില്ല. ഇത് രാജാവിന്റെ ഒരു ഇരിപ്പിടമായിരുന്നു. അതിലിരുന്നാണ് മുറ്റത്തു നിൽക്കുന്ന പ്രജകളോട് രാജാവ് സംസാരിച്ചിരുന്നത്. അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വാലന്റൈൻ മുന്നോട്ട് നടന്നു. പല അടുക്കുകളായിട്ട് പുൽപ്പായകൾ ഇട്ടിരിക്കുകയാണ്. എത്രയോ സന്ദർശകർ ചവിട്ടിയ പുൽപ്പായകൾ. നെയ്തെടുത്ത പനമ്പ് പോലുള്ള സംഗതി കൊണ്ടാണ് ഭിത്തി. അത് തുറന്നും വെക്കാം. പ്രത്യേക ശൈലിയിലാണ് അതിന്റെ നിർമ്മാണം. തുറന്നു വെക്കുമ്പോൾ അകത്തേക്ക് വെളിച്ചം കിട്ടും. 1950കളിൽ നിർമ്മിച്ച കൊട്ടാരമാണിത്. കിഗേലി അഞ്ചാമനായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. റുവാണ്ടയുടെ അവസാനത്തെ രാജാവായിരുന്നു അദ്ദേഹം. കുറേയേറെ കുട്ടികൾ ഇറങ്ങി വരുന്നു. പഠനയാത്രയുടെ ഭാഗമായി വന്നതാണ്. അവരുടെ ടീച്ചർ വെൽ ഡ്രസ്ഡ് ആണ്. റുവാണ്ടയിലെ അധ്യാപകർ അങ്ങനെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കും. നല്ല പാൻസ്, ഷർട്ട്, ടൈ ഇതൊക്കെ നിർബന്ധമാണ്. ഞാൻ കൊട്ടാരത്തിനുള്ളിലൂടെ നടന്നു. ഇപ്പോൾ കയറി ചെല്ലുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ഇവിടെ ഒരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട്. അതാണ് നക്ഷത്രം പോലെ വരച്ചു വെച്ചിരിക്കുന്നത്. പ്രധാന കവാടത്തിലൂടെ കയറി അകത്തേക്ക് വന്നാൽ ആദ്യമെത്തുക ഈ ലിവിംഗ് ഏരിയയിലാണ്. ലിവിംഗ് ഏരിയയിലാണ് രാജാവ് വൈകുന്നേരങ്ങളിലും മറ്റും തീ കാഞ്ഞിരിക്കുകയും വിശേഷപ്പെട്ട അതിഥികൾ വരുമ്പോൾ അവരുമായി സംസാരിച്ചിരിക്കുകയും ചെയ്തിരുന്നത്.
വിശാലമായ ഈ കൊട്ടാരത്തിനകത്ത് പല മുറികളുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കുട്ട കമഴ്ത്തിയതുപോലെ തോന്നുമെങ്കിലും അകം വളരെ വിസ്തൃതമാണ്. കുറേ ഭാഗങ്ങളുണ്ട്. ഇതാണ് ഫയർ പ്ലേസ്. അതിൽ തീ കത്തിക്കും. തീ പടർന്ന് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടി തകിടുകൊണ്ടുള്ള ഒരു പാളി അടിയിൽ വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് കയറി ചെല്ലുന്നത് രാജാവിന്റെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് രാജാവിന്റെ ബെഡ്റൂം. ഇത് പുരുഷന്മാർ കയറി ചെല്ലുന്ന എൻട്രൻസ് ആണ്. അവിടെ കുറെ കൊട്ടകൾ വെച്ചിട്ടുണ്ട്. രാജാവിന്റെ വസ്ത്രം സൂക്ഷിക്കുന്ന കൊട്ടകളാണ്. രാജാവിന് പല ഭാര്യമാരുണ്ടാകും. ആഫ്രിക്കയിലെ മിക്ക രാജാക്കന്മാരുടെയും ഗോത്രമൂപ്പന്മാരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. റുവാണ്ടയിൽ രാജ്യത്തെ സ്ത്രീകളെല്ലാം രാജാവിന്റെ ഭാര്യയാണെന്നുള്ളതാണ് വെപ്പ്. അതുകൊണ്ട് രാജാവിന് ഏത് സ്ത്രീയെയും എപ്പോൾ വേണമെങ്കിലും കൂടെ കൂട്ടാം. രാജാവ് ഒരു സ്ഥലത്ത് ചെല്ലുകയാണെന്നിരിക്കട്ടെ. അവിടെ ഒരു നല്ല സ്ത്രീയെ കണ്ടാൽ അത് മറ്റൊരാളുടെ ഭാര്യയാണെങ്കിൽ കൂടി രാജാവിന് ആ സ്ത്രീയെ തൽക്കാലത്തേക്ക് ഭാര്യയാക്കാം. ഒറിജിനൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവാണ് സ്വന്തം ഭാര്യയെ രാജാവ് തൽക്കാലത്തേക്ക് ഭാര്യയാക്കി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ആചാരങ്ങൾ നിലനിന്നിരുന്ന നാടാണിത്. ഇതാണ് കൊട്ടാരത്തിന്റെ മേൽക്കൂരയുടെ നിർമ്മാണ ശൈലി. ഒരു ഗംഭീര നിർമ്മിതി. എത്രയോ ആളുകൾ അനേക ദിവസം ജോലി ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു പുൽക്കൊട്ടാരം. ആഫ്രിക്കയിൽ മാത്രമേ ഇത്തരം കൊട്ടാരങ്ങൾ കാണാനാവൂ. രാജാവ് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുന്ന സമയത്തും പാട്ടുപാടാൻ കുറെ സ്ത്രീകൾ ഇവിടെ ഉണ്ടാകും. രാജാവ് പാട്ട് കേട്ട് വേണം ഉറങ്ങാനും ഉണരാനും. ആ പാട്ടുകാരുടെ സംഘം എപ്പോഴും കൊട്ടാരത്തിലുണ്ടാവും. പിന്നെ ഇവിടെ ഒരു കാവൽക്കാരനും ഉണ്ടാകും. കാവൽക്കാരന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാജാവിന് കാവൽ നിൽക്കുക മാത്രമാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെ സംഭവിച്ചുവെന്ന് അയാൾ ഓർത്തിരിക്കാനേ പാടില്ല. രാജാവിന്റെ അറയിൽ എന്ത് സംഭവിച്ചാലും രഹസ്യമായിരിക്കണം. കാവൽക്കാരൻ അതിന് സാക്ഷിയായാലും അയാൾ അത് ഉടനെ മറന്നേക്കണം. എന്ത് സംഭവിച്ചുവെന്ന് അടുത്ത നിമിഷം മുതൽ അയാൾ ഓർക്കരുത്. എല്ലാം മറന്നേക്കണം. അങ്ങനെ കൗതുകമുള്ള ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് വാലന്റൈൻ ഞങ്ങളെ രാജാവിന്റെ പ്രധാന കൊട്ടാരത്തിനകത്തു നിന്ന് പുറത്തേക്ക് നയിച്ചു. അടുത്ത കെട്ടിടങ്ങളിൽ ഇനിയും കാഴ്ചകളുണ്ട്. അവിടേക്കാണ് ഇനി യാത്ര.